വിദ്യാലയങ്ങളെ സ്കൂൾ വിപണി കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനെതിരെ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. പൊതുവിപണിയിലെ വിലയേക്കാൾ വളരെ കൂടിയ വിലയ്ക്കാണ് സ്കൂൾ മാനേജ്മെന്റുകൾ പഠനോപകരണങ്ങളും വിൽപ്പന നടത്തുന്നത്. ഈ നിർബന്ധിത വിൽപ്പന മൂലം രക്ഷിതാക്കൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും രാജു അപ്സര പറഞ്ഞു. താമരക്കുളം യൂണിറ്റ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാലയങ്ങളെ പേനയും പെൻസിലും ബുക്കുകളും മാത്രമല്ല യൂണിഫോമും കോട്ടും സ്യൂട്ടും ടൈയും സ്കൂൾ ബാഗ് വാട്ടർ ബോട്ടിൽ കുട തുടങ്ങിയ എല്ലാ സാധനങ്ങളുടെയും വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. സംഘടനയുടെ താമരക്കുളം യൂണിറ്റ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജു അപ്സര. അതിശക്തമായ സംഘടനയുടെ ശക്തി കൊണ്ട് ബലം കൊണ്ട് അന്ന് ഇതുപോലെ സുഖകരമല്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് എല്ലാവരും അസജീവമായി. കാരണം നമ്മളൊന്ന് കണ്ണ് വിട്ട് തിരിച്ചാൽ നമ്മുടെ കടയിൽ സെൽ ടാക്സ് ആയിട്ട് കയറും, ലക്ഷക്കണക്കിന് അസസ്മെന്റ് ഓർഡർ വരും, നമ്മൾ പാപ്പസ് എഴുതി 4 രൂപ കൗണ്ട് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെല്ലാം സജീവമായി വ്യാപാര സംഘടന പ്രവർത്തിച്ചു, ഏകോപന സമിതി പ്രവർത്തിച്ചു. അങ്ങനെ നമ്മൾ ഈ സർക്കാരിന്റെ നയത്തെ തിരുത്തി കടപരിശോധന അവസാനിപ്പിച്ചു. അങ്ങനെ ചുമട്ടുതൊഴിലാളിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും അവസാനിക്കും. എന്നാൽ എല്ലാം ഇങ്ങനെ സുഗമമായി എന്ന് തോന്നിയപ്പോഴാണ് 2017 GST വന്നത്. ആ GST വന്ന നിങ്ങൾ ചിലരൊക്കെ മറന്നു കാണും. ഇപ്പൊ എന്റെ 10 വർഷത്തിനടുത്തായതുകൊണ്ട് എന്തായിരുന്നു ആ GST പ്രത്യേകത? ഒരക്ഷരത്തിന്റെ പേരിൽ പോലും നിങ്ങൾ ജയിലിൽ പോകണമായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് അല്ലാത്തവർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ കണക്കെഴുതുന്ന അക്കൗണ്ടന്മാർ പറഞ്ഞു, ഞങ്ങൾ ഈ പണി ഉപേക്ഷിക്കുകയാണ്, കാരണം ഞങ്ങൾ കണക്കെഴുതും, ഞങ്ങളുടെ കച്ചവടക്കാർ ജയിലിൽ പോകും. ആരാതിനെതിരെ എതിർത്ത് നിന്നത് അന്നത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി. പൊതുവിപണിയേക്കാൾ കൂടിയ വിലയിൽ സ്കൂൾ മാനേജ്മെന്റുകൾ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയാണ്. ഈ നിർബന്ധിത വിൽപ്പന മൂലം രക്ഷിതാക്കൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും രാജു അപ്സര പറഞ്ഞു. നിയമാനുസൃതം ലൈസൻസ് എടുത്ത് GST അടച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് VM മുസ്തഫ റാവുത്തർ അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം G മണിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ചെല്ലപ്പൻ പിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓഡിറ്റോറിയം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസറുദ്ദീൻ, താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി R സുരേഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് കൃപ, ട്രഷറർ ശശിധരക്കുറുപ്പ്, MB ജോർജ്, സിനോജ് താമരക്കുളം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റായി VM മുസ്തഫ റാവുത്തരെ 35ാം തവണയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ചെല്ലപ്പൻ പിള്ളയെയും വർക്കിംഗ് പ്രസിഡന്റായി സുരേഷ് കൃപയെയും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.